Okay, let's start. The last class we discussed എന്തൊക്കെ topics ആയിരുന്നു? The different methods for finding roots of transcendental equation, right? So ഏതൊക്കെ methods ആണ് discuss ചെയ്തത്? ഏതൊക്കെ methods ആയിരുന്നു? The first one, successive approximation. The second one, Newton-Raphson method. So the next method, the Regula Falsi method or method of false position. Okay, so consider the equation f of x equal to 0. F of x equal to 0. The next നമ്മൾ ഇതിന്റെ interval find ചെയ്യാണ് a, b. Let f of a greater than 0 and f of b less than 0. നമുക്ക് എന്ത് പറയാം? The roots lies between a and b. ഓക്കെ, നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത് ഓരോ അപ്രോക്സിമേഷൻ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. Then consider this graph. Point A and point B. രണ്ട് ഇന്റർവെൽ ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ദിസ് വൺ എ, അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എ ഇത്. ഓക്കെ, ഇവിടെ പോയിന്റ് എ, അതുപോലെ തന്നെ എന്താണ് ബി, അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് ബി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. സോ ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്തിട്ട് ഒരു കേർവ് വരയ്ക്കുകയാണ്. ദിസ് കേർവ് ഈസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഈ ഒരു കേർവ് എന്താ, എക്സ് ആക്സിന് ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് ഈ പെർട്ടിക്കുലർ എക്സ് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ അപ്രോക്സിമേഷൻ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ ഈ ഒരു എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്താൽ നമ്മുടെ ഇക്വേഷന് റൂട്ട് കിട്ടും. സോ ഈ ഒരു പെർട്ടിക്കുലർ എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നെക്സ്റ്റ് ഞാൻ എ എന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാണ്. സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോഡ്, അതിനെ പറയും കോഡ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു അപ്രോക്സിമേഷൻ റൂട്ടിന്റെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോഡിന്റെ, അത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഓഫ് കോഡ് ജോയിന്റിംഗ് പോയിന്റ്. ഒരു ജനറൽ ഫോർമുല ഉണ്ട്, രണ്ട് പോയിന്റ് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ജനറൽ ഫോർമുല y minus y1 divided by x minus x1 equal to y2 minus y1 divided by x2 minus x1. Okay, so here this one x1, y1, x2, hello, am I audible? Okay,
സോ നമ്മൾ പോയിന്റ്സിന്റെ ഇക്വേഷൻ ആണ് y മൈനസ് y1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യാണ്. ഹിയർ y1 എന്താ, ഈ രണ്ട് ലൈൻ കൺസിഡർ ചെയ്താൽ y1 ഈസ് f of a, right? y minus f of a divided by x minus x1 എന്താ a, right? x minus a equal to y2 is f of b minus y1 is f of a divided by x2 minus x1, x2 b, x1 a. Okay, so the next, so നിങ്ങൾ ഈ കോഡ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു വാല്യൂ x1 ആണ്. സോ ഇവിടെ കറസ്പോണ്ടിങ് y വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും, റൈറ്റ്? y വാല്യൂ 0 ആണ്, x ഈക്വൽ ടു x1. സോ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, x ഈക്വൽ ടു x1 ആൻഡ് y ഈക്വൽ ടു 0. സോ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും, 0 മൈനസ് എഫ് എ ഡിവൈഡ് ബൈ x1 മൈനസ് എ ഈക്വൽ ടു f of b minus f of a divided by b minus a. Okay, which is equal to minus f of a divided by x1 minus a equal to f of b minus f of a divided by b minus a. Then multiply ചെയ്യാണ്, cross multiplication. So we get minus f of a into b plus a into f of a equal to x1 f of a minus x1 f of a minus a into f of b plus a into f of a. ഓക്കെ, സോ ഞാൻ ഇക്വേഷനിൽ നിന്ന് ഈ ഒരു x1ന്റെ ടേം ഇവിടെ റൈറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള ടേം എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ദെൻ x1 ഫൈൻഡ് ചെയ്യുന്നു. x1 ഫൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, x1 ഈക്വൽ ടു a into f of b minus b into f of a divided by f of b minus f of a. ഇതായിരിക്കും എന്ത്, ഫസ്റ്റ് അപ്രോക്സിമേഷൻ റൂട്ട്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ റൂട്ടാണ് x1. സോ അതിന്റെ ഇക്വേഷൻ a into f of b minus b into f of a divided by f of b minus f of a. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കാം. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ റൂട്ട് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേർവ് അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു x1 വാല്യൂ ഫൈൻഡ് ചെയ്തു. സോ അതിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയാണ്, x1 f of x1, ആ ഒരു പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കമ്പയർ ചെയ്യുന്നത് f of a, f of x1 ആൻഡ് f of b. ഓക്കെ, സപ്പോസ് ഈ f of a ആൻഡ് f of x1 ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ്, എ ബി, കറസ്പോണ്ടിങ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സി എന്ന് പറയുന്ന പോയിന്റും കൂടി, അതായത് x1 ഫൈൻഡ് ചെയ്തു, കറസ്പോണ്ടിങ് എഫ് ഓഫ് x1 വാല്യൂ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെക്ക് ചെയ്യുന്നത്, എ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് x1 ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് അപ്രോക്സിമേഷൻ റൂട്ട് എങ്ങനെയായിരിക്കും ഫൈൻഡ് ചെയ്യുന്നത്? സോ ഇവിടെ എന്തായിരിക്കും, ദിസ് വൺ എ ആൻഡ് x1 എന്തായിരിക്കും, ബി ആയിരിക്കും വാല്യൂ. x1 ഈസ് ന്യൂ ബി. ഇപ്പൊ എന്ത് കിട്ടും, എ ഇൻറ്റു എഫ് ഓഫ് x1 മൈനസ് x1 ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് എ. അതായത് ബിയുടെ പ്ലേസിൽ എന്ത് കിട്ടി, x1 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ ഒരു പാർട്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഈ ഒരു പാർട്ട് ചെക്ക് ചെയ്യേണ്ട റൂട്ട് ഫൈൻഡ് ചെയ്യാൻ. ഓക്കെ, സപ്പോസ്
x1 and f of x1 and f of b are opposite sign. അതായത് എഫ് ഓഫ് എക്സ് വൺ ആൻഡ് എഫ് ഓഫ് ബി ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എൻ്റെ ന്യൂ എ എക്സ് വൺ ആയിരിക്കും, ബി എന്തായിരിക്കും ദിസ് ബി. ഇക്വേഷൻ എന്ത് കിട്ടും? എക്സ് ടു ഈക്വൽ ടു എ എന്താ എക്സ് വൺ അല്ലേ, എക്സ് വൺ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്സ് വൺ. അതായത് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ട് ചെക്ക് ചെയ്താൽ മതി, ഈ ഒരു പാർട്ട് ചെക്ക് ചെയ്യേണ്ട. ഇതുപോലെ നിങ്ങൾ എന്താ എക്സ് ത്രീ എക്സ് ഫോർ ഫൈൻഡ് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, റൂട്ട് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അവിടെ എന്താണ് ഈ ഒരു ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇറ്റ് ക്ലിയർ? അതായത് നിങ്ങൾ അപ്രോക്സിമേഷൻ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് വൺ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ദെൻ ഇവിടെ എന്താ എ പ്ലേസ് ചെയ്യുക, ഇവിടെ ബി പ്ലേസ് ചെയ്യുക. ഇത്രയും ഓർത്തിരിക്കുക. Then write on the question, find root of x cube minus 4x minus 9 equal to 0 using Regula Falsi method correct to 3 decimal places. Find root of x cube minus 4x minus 9 equal to 0 using regular Falsi method correct to 3 decimal places. Okay. The first our equation f of x equal to x cube minus 4x minus 9. Okay, so first നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇന്റർവെൽ ഫൈൻഡ് ചെയ്യണം. അതായത് എ ബി ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഫസ്റ്റ് എഫ് ഓഫ് 0 ഫൈൻഡ് ചെയ്തോ, എഫ് ഓഫ് 1 ഫൈൻഡ് ചെയ്യാം. f of 0 ഏതൊരു മെത്തേഡ് ആണെങ്കിലും ഫസ്റ്റ് എന്താ ഇന്റർവെൽ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. -9. ഓക്കെ, -9. ദെൻ f of 1. -12. സെയിം സൈൻ ആണ്. സോ എന്താ നെക്സ്റ്റ് എഫ് ഓഫ് 2 ഫൈൻഡ് ചെയ്യാം. -9. ഓക്കെ, same sign, so again f of 3 find here. Six. Okay, so here less than 0, greater than 0, so we can say that our root lies between 2, 3, right? Here a equal to 2,
and b equal to 3. Then f of a equal to minus 9. Then f of b equal to 6. Okay. Then first root find ചെയ്യാനുള്ള equation എന്താ? x1 equal to a into f of b minus b into f of a divided by f of b minus f of a, which is equal to a എന്താ? 2, right? 2 into f of b എന്ന് പറയുമ്പോൾ എന്താ? എത്രയാണ്? f of 3, 6, right? Minus 3 into f of a minus 9. Minus 9 divided by f of b minus f of a. f of b 6 minus f of a minus 9. ഒന്ന് ഫൈൻഡ് ചെയ്തേ. Okay, 2.6. 2.6. So next നിങ്ങൾ ഫൈൻഡ് ചെയ്യണം f of x1 ഫൈൻഡ് ചെയ്യാം. f of x1 ഒന്ന് ഫൈൻഡ് ചെയ്തേ. 2.6 all raised to 3 minus 4 into 2.6 minus 9 equal to okay, minus 1.824. ഇതെന്താ? നെഗറ്റീവ് ആണല്ലേ? ഓക്കെ, അതായത് ഇവിടെ എന്താ? എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് വന്നാൽ, അത് എഫ് ഓഫ് എക്സ് വൺ നെഗറ്റീവ് വന്നാൽ ഇവിടുത്തെ എനെ റീപ്ലേസ് ചെയ്യുക, അതായത് 2നെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് വണ്ണിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് നെക്സ്റ്റ് എ വാല്യൂ എന്ന് പറയുന്നത് 2.6ഉം ബി വാല്യൂ 3 ആണ്. റേഞ്ച് 2.6ഉം 3 ആണ്. അതായത് എഫ് ഓഫ് എക്സ് വൺ നെഗറ്റീവ് ആണെങ്കിൽ റീപ്ലേസ് 2 വിത്ത് 2.6. സപ്പോസ് എഫ് ഓഫ് എക്സ് വൺ പോസിറ്റീവ് ആണെങ്കിൽ ഏതിനായിരിക്കും റീപ്ലേസ് ചെയ്യേണ്ടത്? ബിനെ, 3നെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ എക്സ് വണ്ണിന്റെ വാല്യൂ ഇവിടെ റൈറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? എഫ് ഓഫ് എക്സ് വൺ നെഗറ്റീവ് ആണെങ്കിൽ റീപ്ലേസ് 2 വിത്ത് എക്സ് വൺ. എക്സ് വണ്ണിന്റെ വാല്യൂ 2.6. Is it clear? Okay. Then x2 find ചെയ്തോ. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇവിടെ എന്താ? എ ഇൻറ്റു എഫ് ഓഫ് ബി. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? 2.6, റൈറ്റ്? എഫ് ഓഫ് 3 മൈനസ് ബി എന്താ? 3 ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താ? എഫ് ഓഫ് എക്സ് വൺ. അതിന്റെ വാല്യൂ അവിടെ എഴുതാം. മൈനസ് 1.824 ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. 6 മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ.
minus 1.824. Okay. X2 equal to 2.693. The next എന്ത് ഫൈൻഡ് ചെയ്യുക? എഫ് ഓഫ് x2 ഫൈൻഡ് ചെയ്യുക. F of x2, the value of f of x2 is okay. Which is negative, right? So ഇനി ഏത് വാല്യൂ ഞാൻ റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞേ. അടുത്ത എ ആൻഡ് ബി ഫൈൻഡ് ചെയ്യാൻ ഏതൊക്കെ വാല്യൂ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്? എ റീപ്ലേസ് ചെയ്യാം. സോ ന്യൂ എ എന്ന് പറയുന്നത് 2.693 and b 3. Okay. Then f of a here minus 2.42. The next x3 find here. Then corresponding f of x3. .7. Okay. Then f of x3. Minus 0.027. Okay.
Okay, which is negative, right? So ഏതൊക്കെ വാല്യൂ റീപ്ലേസ് ചെയ്യണം? ഏത് വാല്യൂ റീപ്ലേസ് ചെയ്യണം? A. Now new A is 2.705, B is 3. Then x4 find here, then f of x4 find here. Okay, x4 2.706, f of x4 2.706. The next one f of x4. Okay. Minus 0.009, which is negative, right? So the value replace here, A replace here. New A is 2.706 and B is 3. Then next find x5 and f of, first x5 find here. Two point 2.706. Okay, the next comparing x4 and x5. The same value 2.706. So we can say that the root of the equation is 2.706. Okay, എല്ലാവർക്കും കിട്ടിയോ റൂട്ട്? 2.706. ആകാശ്, അക്ഷയ, അഭിരാമി. ക്ലിയർ അല്ലേ മെത്തേഡ്? Hello, is it clear? Okay, then next question. Find root of the equation x cube minus 2x minus 5 equal to 0 using regular Falsi method correct to 3 decimal places. F of x equal to x cube minus 2x minus 5. So first find f of 0, f of 1,
f of 0 minus 5. Okay, f of 0 minus 5. The next f of 1 minus 6. Okay, f of 1 is minus 6. So same sign. Then we want to find f of 2. Minus 1. Okay. So this also same sign. So the next we want to find f of 3. 16. Okay. So this one less than 0 and this one greater than 0. So we can say that our root lies between 2, 3. Okay. But 0 here minus 1, 16 അല്ലേ നല്ല റേഞ്ച് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഫ് ഓഫ് 2.1 ഫൈൻഡ് ചെയ്യണം. ജസ്റ്റ് എഫ് ഓഫ് 2.1 ഫൈൻഡ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഫൈൻഡ് ചെയ്തേ എഫ് ഓഫ് 2.1. നമുക്ക് മാക്സിമം ഐട്രേഷൻ കുറച്ചിട്ട് നമുക്ക് പ്രോബ്ലത്തിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഫ് ഓഫ് 2.1 ഫൈൻഡ് ചെയ്യും. (0.061). Okay, 0.061. Which one? Positive. നമുക്ക് എന്താ പറയാം? The roots lies between 2, 2.1. Okay. ഇത് വേണമെങ്കിൽ 2, 3 ഇത് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇന്റർവെൽ വെച്ചിട്ടും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഹിയർ a equal to 2, b equal to 2.1. Okay, then f of a equal to the f of 2 equal to minus 1. Then f of b which is equal to f of 2.1 equal to 0.061. Okay, then find x1 and f of x1. x1 equal to 2.094. Okay, 2.094. The next find f of x1. F of x1. F of x1. Okay, minus 0.006. Which is negative, right? So either replace either value replace here. Either value replace a, right? Okay, a replace here. So now
A is 2.094 and B is 2.1. The next x2 find ചെയ്യാം. x2 find ചെയ്യാം. 2.009. എല്ലാവർക്കും അതാണോ കിട്ടുന്നത്? Okay, 2.094. x2 equal to 2.094. So comparing x1 and x2, we get the root of the equation is 2.094. എല്ലാരും ഫൈൻഡ് ചെയ്തോ? ഈ 2.094 കിട്ടുന്നില്ല. Okay, fine. So x2 equal to 2.095. Then f of 2 find ചെയ്യാം. നിങ്ങൾ നെക്സ്റ്റ് എഫ് ഓഫ് 2 ഫൈൻഡ് ചെയ്യുക. then ആ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ടൈം ആയി.